പൂരം നക്ഷത്രത്തിൽപ്പെടുന്നവരുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ അകത്ത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പരസ്പരം ഒന്ന് ചിന്തിച്ചിട്ട് മുമ്പിലോട്ട് പോകുന്ന ഒരു സമയമാണ്. വഴക്കുകൾ ഉണ്ടാക്കരുത്. ആ കുട്ടി ആക്സിഡൻ്റ് ആയിരിക്കണം, തലമണ്ടയൊക്കെ അടിച്ചിട്ട് ആക്സിഡൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സൂചന കൊടുത്തതാണ്. എനിക്കാണോ ഭ്രാന്ത്, അത് എന്നെ അന്വേഷിച്ച് വരുന്നവർക്കാണോ ഭ്രാന്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു. നമസ്കാരം. നക്ഷത്രഫലങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഫലിക്കുന്നത് എന്ന് ഇന്നൊരു പ്രശസ്തനായ ജ്യോതിഷൻ എന്നെ വിളിച്ചു ചോദിച്ചു. എങ്ങനെയാണ് സ്വാമി പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുന്നത്? എനിക്കതിനൊരു വ്യക്തമായ ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പൂർവ്വജന്മം തെറ്റാറില്ല. അത് എനിക്കിപ്പോൾ ദൈവം അനുഗ്രഹിച്ച് തന്നതാവും എന്ന് ഞാൻ എൻ്റെ പൂർവികരോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അനുഗ്രഹം തന്ന ദൈവത്തോടും പ്രാർത്ഥിക്കുന്നു. എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞാൽ ദോഷഫലങ്ങൾ ഫലിക്കരുത് ദൈവമേ. ഈ നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഫലിക്കരുതെന്ന് ഞാൻ മനസ്സുകൊണ്ട് പറയും. ഞാനിപ്പോൾ മുറിപ്പാലത്തറി മാടന്തപുരാൻ ക്ഷേത്രത്തിലെ 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ അവിടെയാണല്ലോ ഉച്ചയ്ക്ക് 1 മണി വരെ. ധാരാളം ജനങ്ങൾ കേരളത്തിന് പുറത്തു നിന്നും നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരാറുണ്ട്. അപ്പോൾ ഉച്ച സമയമാകുമ്പോൾ ഞാൻ 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളപ്പോൾ ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം വേണ്ട എന്നുള്ളത് കൊണ്ട് ടീച്ചറിനോട് ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ കൂട്ടുകാരിയായ വളരെ മുമ്പുള്ള ടീച്ചറിൻ്റെ സൗഹൃദങ്ങൾ വളരെ കുറവായിട്ടുള്ള ഒരാളാണ്. ഉള്ള സൗഹൃദങ്ങൾ വളരെ ശക്തമാണ്. ഇപ്പോൾ വിദേശത്ത് അബുദാബിയിൽ ഒരു ദീപയും സുരേഷും ഒക്കെ ഉണ്ട്. അങ്ങനെ വളരെ കാലഘട്ടങ്ങൾക്കിടയിൽ മാത്രം സൗഹൃദങ്ങൾ ഉണ്ടാകുകയും ആ സൗഹൃദങ്ങൾ ശക്തമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ടീച്ചർ. എനിക്കാണെങ്കിൽ അങ്ങനെ എല്ലാവരോടും ഒരു സൗഹൃദങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ പ്രായം കൊണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ വിധി കൊണ്ടോ എൻ്റെ സൗഹൃദങ്ങൾ വളരെ കുറച്ച് മാത്രമേ നിലനിൽക്കാറുള്ളൂ. അതെന്ത് കാരണങ്ങൾ കൊണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. പെട്ടെന്ന് ഞാൻ ആർക്കും ദോഷമൊന്നും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും ചിലപ്പോൾ ദോഷമായിട്ട് വന്ന് ഭജിക്കും. എനിക്കല്ല, മറ്റുള്ളവർക്ക്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് എത്രയോ വിവാഹം നടത്തിയ വിവാഹങ്ങളൊക്കെ തന്നെ പിഴച്ചു പോവുകയാണ് പഴിവ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വളരെ ദുഃഖകരവും അതിശയവും തോന്നിയ ഒരു കഥയുണ്ട്. ഞാനൊരിക്കൽ കണ്ണൂർ ഭാഗത്തൊരു വീട്ടിൽ ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പരിഹാരക്രിയ നടത്തി. ആ പരിഹാരക്രിയ നടത്തപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വിവാഹമോചിതയായി നിൽക്കുന്നുണ്ടായിരുന്നു. ആ പൂജ നടത്തിയതിൻ്റെ അവസാന നിമിഷം ഇവിടെ ഒരു സ്വർണ്ണനാഗത്തിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൂജ കഴിഞ്ഞവിടെ സ്വർണ്ണനാഗം വരികയും ഈ പെൺകുട്ടിക്ക് വിവാഹം നടക്കുമെന്ന് പറയുകയും ചെയ്തു. എന്തായാലും ആ ഒരു വിവാഹം എനിക്ക് തന്നെ പരിചയമുള്ള കരുനാഗപ്പള്ളിയിലുള്ള ഒരാളുമായിട്ടുള്ള എനിക്കൊരു വിവാഹം, ആ പയ്യൻ ഒരു വിവാഹം കഴിച്ച് വിവാഹമോചിതനായി നിൽക്കുന്ന ഒരാളാണ്. നമ്മളെപ്പോഴും ഇത്തരം വിവാഹാദി കാര്യങ്ങളിൽ ഒരാളെക്കുറിച്ച് തീർച്ചയായിട്ടും പൊരുത്തപ്പെടാനാവാത്ത ഒരുപാട് ദാമ്പത്യങ്ങളുണ്ട്. നമ്മൾ ഒരാളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ ഇല്ലെങ്കിൽ അവൻ്റെ പൂർവ്വജന്മത്തിലേക്ക് കടന്നു പോകാതെ പൂർവ്വജന്മത്തിൻ്റെ ബന്ധങ്ങളും പൂർവ്വജന്മത്തിലെ ദോഷങ്ങളും ഇപ്പോഴാണ് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പല ജാതകങ്ങളും ഉത്തമ പൊരുത്തമല്ലെങ്കിൽ പോലും അവൻ്റെ പൂർവ്വജന്മം നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ വിവാഹ ബന്ധം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. നമ്മളെപ്പോഴും ആ പെൺകുട്ടിയും ചെറുപ്പക്കാരൻ്റെയും വിവാഹ ജാതകം മാത്രമേ നോക്കുകയുള്ളൂ. പക്ഷേ ഈ വിവാഹബന്ധം കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടും, വിവാഹബന്ധം നിൽക്കുമോ ഇല്ലയോ എന്ന്. എന്തായാലും കണ്ണൂരത്തെ ആ പൂജ കഴിഞ്ഞ് വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞതിൻ്റെ ആദ്യ രാത്രി ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ആ കള്ളസ്വാമിയായിട്ടുള്ള ഇടപാട് നിർത്തിക്കോണം എന്നാണ്. ഞാൻ അയാൾക്കൊരു ദ്രോഹവും ചെയ്തില്ല. അയാളുടെ തന്നെ കുറ്റം കൊണ്ട് അയാളുടെ ആദ്യ ഭാര്യ അയാളെ ഉപേക്ഷിച്ചു പോയപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ബന്ധം വന്നപ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടി വിദ്യാഭ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയാണ്, അവളുടെ വിവാഹ ജീവിതം നന്നായിരിക്കേണ്ടതാണ്, ഈ ചെറുപ്പക്കാരൻ വിവാഹമോചിതനായി നിൽക്കുന്ന ഒരാളാണ്, നല്ലൊരു വിവാഹമായിക്കോട്ടെ, ജാതകം വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ നമ്മുടെ ജാതകത്തിൽ അവർ ചേർത്ത് വിട്ടു. അവർ വിവാഹം നടത്തി. പക്ഷേ ആദ്യ രാത്രി ചെറുപ്പക്കാരൻ പറഞ്ഞു ആ കള്ളസ്വാമിയായിട്ടുള്ള ബന്ധം ഇവിടെ നിർത്തിക്കോണം, ഇനി അയാളെക്കുറിച്ച് മിണ്ടുകയോ അയാളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ വല്ലതും ചെയ്തിട്ടാണോ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെയും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ഇടപെടരുത്. അതിൻ്റെ വിധി പോലെ വന്നോട്ടെ, ആരുടെ വിവാഹമാണെങ്കിലും. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ അവിടെ ഒരുപാട് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രണയബന്ധങ്ങൾ പ്രണയിച്ചു പോയി. ഇനിയിപ്പോൾ ജാതകം ചേരില്ല എന്ന് പറഞ്ഞാലും മറ്റൊരാളെ പ്രണയിക്കാൻ പറ്റാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഇല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും ഉണ്ട്. ഇന്നലെ എനിക്ക് വളരെ സന്തോഷമല്ല, ഒരു കണക്കിന് സന്തോഷം തന്നെയാണ്. ഒരു ചെറുപ്പക്കാരൻ വന്നു, അവനൊരു പെൺകുട്ടിയെ തീവ്രമായി പ്രണയിച്ചു. അവനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. തീവ്രമായി പ്രണയിച്ച് ആ പ്രണയത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് അച്ഛനമ്മ പറഞ്ഞ് ഒരു വിവാഹം വന്നു, നിശ്ചയിച്ചു, ഞാൻ അയാളുടെ കൂടെ പോവുകയാണ്, നീ എന്നെ മറന്നേക്കാൻ. ആ പെൺകുട്ടി പോയി കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടും ഞാൻ അതിന് തലക്കാവരി പോയി അവനോട് കുളിക്കാനും കുക്കി സുബ്രഹ്മണ്യത്തിലെ പരിഹാരമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഇന്നലെ സുസ്മേരവതനായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, എല്ലാം അനുകൂലമായി കാണുന്നല്ലോ. എന്ത് അനുകൂലം സ്വാമി?
എൻ്റെ മനസ്സിൽ നിന്ന് ആ പെൺകുട്ടി പോകുന്നില്ല, എന്ത് ചെയ്യാനാണ്? അപ്പോൾ അത് നമ്മൾ എന്ത് ഉത്തരമാണ് അയാളോട് പറയേണ്ടത്? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ മറുപടിയുമില്ല. അതുകൊണ്ട് ഈ വിവാഹാദി കാര്യങ്ങൾ നമ്മൾ കഴിയുന്നതും ചെയ്യാതിരിക്കുക. നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് തന്നെ, സൗഹൃദത്തിന് തന്നെ കോട്ടം വരും. കാരണം നമുക്കറിയില്ല അത്തരം കാര്യങ്ങൾ. ടീച്ചർ അതുകൊണ്ട് 2 ദിവസമായിട്ട് എൻ്റെ അടുത്ത് ഭീകര വഴക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയും. എന്തിനാണ് സ്വാമി അതിനത്ര? സ്വാമി ഒരാൾ വരുമ്പോൾ അവരുടെ ഫലങ്ങൾ നോക്കിയാൽ പോരെ. സ്വാമി എന്തിനാണ് ഈ കല്യാണ ബ്രോക്കർ ആവാൻ പോകുന്നത്? കല്യാണം കഴിയുമ്പോൾ അത് കഴിയുമ്പം എങ്ങനെയായാലും ദാമ്പത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പുറത്തേക്ക് അടങ്ങും. ആ സ്വാമി കാരണം എൻ്റെ ജീവിതം പോയി എന്തിനാണ് പറയിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ടീച്ചർ ഇങ്ങനെ പറയും. എനിക്കത് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് ഞാനിനി വിവാഹാദി കാര്യങ്ങളിൽ അത് ഇടപെടണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ എൻ്റെ നന്മ കൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ലൊരു പെൺകുട്ടിയാണ്, അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടിക്കോട്ടെ, ഇത് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ, ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ദുഃഖം എനിക്കുണ്ട്. ഞാനൊരിക്കലും ഒരാളെ നമ്മളൊരിക്കലും ദോഷം വരരുത് എന്ന് വിചാരിച്ചാണ്. വസ്തു കച്ചവടമാണെങ്കിൽ ഞാൻ ഇതിനകത്ത് പറയാറുണ്ടല്ലോ, ഒരാളുടെ ഭൂമി വിൽക്കാതെ കിടക്കുന്ന ഭൂമി അതെങ്ങനെയെങ്കിലും വിറ്റുപോട്ടെ, ആ നല്ല ഭൂമിയാണ്, നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചോളൂ എന്നൊക്കെ പറയുന്നതല്ലാതെ നമ്മളിതിൻ്റെ കമ്മീഷൻ പറ്റാറും പോകാറില്ല, അങ്ങനെയുള്ള ഇടപാടുകൾക്കും പോകാറില്ല. സദുദ്ദേശപരമായി ചെയ്യുന്നതെല്ലാം തന്നെ അസ്ത്രമായി, അത് പൂമാലകളായി സ്വീകരിക്കേണ്ടതെല്ലാം അസ്ത്രമായി എൻ്റെ നെഞ്ചത്തേക്ക് എന്നെ കയറുന്നതിൻ്റെ ദേഷ്യം കൊണ്ട് ടീച്ചറും ഭീകര പ്രശ്നങ്ങളാണ്. കൊച്ചുകുട്ടിയെ നിയന്ത്രിക്കുന്ന പോലെ എന്നെ നിയന്ത്രിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യും. ഞാനത് കേട്ടുകൊണ്ട് നിശബ്ദനായിരിക്കാനേ പറ്റൂ. മനസ്സിനെ വേദനിപ്പിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് പറഞ്ഞു പോയി എന്നുള്ളത്. അതുകൊണ്ട് വിവാഹാദി കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല. ഞാൻ അത്തരം കാര്യങ്ങൾ ഇടപെടാറില്ല. ജാതകം നോക്കി പൊരുത്തപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ദോഷമാണ്, അത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ചെയ്തോളൂ എന്ന് പറയുള്ളൂ. ഇത് പറയാനൊരു പ്രത്യേകിച്ച കാരണമുണ്ട്. ആ പ്രത്യേകിച്ച കാരണത്തിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും 2 പേർ തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് അവരെ പൂർവ്വജന്മാർജിതമായി വന്നു ചേർന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഒരാളെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല, ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുന്നതും തെറ്റല്ല. ആ വിവാഹത്തിനുണ്ടാകുന്ന പൊരുത്തക്കേടുകളുണ്ട്. എല്ലാ ദാമ്പത്യങ്ങളും എത്ര ഉത്തമമായാണെങ്കിൽ പോലും പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ടാകും. ഹൈന്ദവ സമൂഹത്തിലാണല്ലോ ജാതകം ഭയങ്കരമായിട്ട് നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ നടത്തിക്കൊടുത്ത എല്ലാ വിവാഹങ്ങളും ഞാനുമായിട്ടുള്ള വിവാഹബന്ധം വിട്ടുപോയിട്ടുണ്ട്. എൻ്റെ സ്വന്തം സഹോദരിയുടെ കല്യാണം ഉൾപ്പെടെയുള്ളത് തന്നെയാണ്. ആ സഹോദരിയുടെ കല്യാണം ഞാൻ എൻ്റെ പക്വതയില്ലാത്ത പ്രായത്തിൽ നടത്തിയതാണ്. അതുകൊണ്ട് അവർക്ക് കുഴപ്പവും തെറ്റൊന്നുമില്ല. പക്ഷേ ഞാനുമായിട്ടൊരു ബന്ധവുമില്ല. എന്നാൽ ഒന്നുകൊണ്ട് ഞാൻ പഠിക്കേണ്ടേ, അത് ഞാനൊട്ട് പഠിക്കത്തുമില്ല. ഇത് ഞാനെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുമ്പോൾ ആ സഹായങ്ങൾ താൽക്കാലികമായി അവർക്ക് സഹായമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പിന്നെ അവർക്ക് ദോഷമായിട്ട് വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ ഒരാൾക്കൊരു വസ്തു വാങ്ങിക്കൊടുത്തു, ഒരു വസ്തു. ആ വസ്തുവിൽ അയാൾക്ക് ആ വസ്തുവിന് ബാക്കി കൊടുക്കേണ്ട പണം കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റാത്തപ്പോൾ വാങ്ങിക്കൊടുത്ത ആൾക്കാർക്കും ബുദ്ധിമുട്ടായി, വാങ്ങിക്കൊടുത്ത ഞാനും തമ്മിൽ ബുദ്ധിമുട്ടായി. ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ഒരു ലോകത്തായി ആ ബന്ധം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അത് ചിലരുടെ വിധി കർമ്മമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി കൈ കടത്താതിരിക്കുകയും മറ്റുള്ളവർക്ക് വന്നു ചേരുന്ന സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് നമ്മളിലൂടെ ചെന്നെത്തേണ്ടത് ചിലപ്പോൾ പാപമായി മാറുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് അവരവർക്ക് വന്നു ചേരുന്നത് അവരവരെ വിധിയായിട്ടെടുത്ത് മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള സൗഹൃദത്തിന് ദോഷം വരുന്നില്ല എന്നൊരു സത്യം കൂടെ ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ ടീച്ചർ ഇങ്ങനെ ഓരോരുത്തരുടെ പേരായിട്ട് ഇങ്ങനെ പറയുമ്പോൾ സ്വാമിയായിട്ട് അവിടെ ഇരുന്നാൽ പോലെ എനിക്കത് പറ്റണില്ല എന്നാണ്. കാരണം ഒരാളുടെ ഒരു വസ്തു വിൽക്കണം, നിങ്ങൾക്ക് വസ്തു വേണോ, നിങ്ങൾ ആ വസ്തു മേടിച്ചോളൂ. മേടിക്കുവാൻ പറയുമ്പോൾ ഉണ്ടാകാവുന്ന അവർ മേടിക്കും. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെല്ലാം, ഞാനിത് എൻ്റെ തന്നെ ഉദാഹരണമായിട്ട് പറയുന്നതിൻ്റെ ഉള്ള ഒരു കാരണം, നമ്മളെല്ലാം തന്നെ ഒരു സഹായ മനസ്സുതിയോട് ചെയ്യുന്നത് അപകടകരമായിട്ടുള്ള ബന്ധങ്ങളായി തീരുകയും ആ ബന്ധങ്ങൾ കൊണ്ട് നല്ല സൗഹൃദങ്ങൾ ഇല്ലാതായി പോവുകയും അത് മനോദുഃഖത്തിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ എന്നെപ്പോലെ ദൈവമേ എന്ന് വിചാരിച്ച് 24 മണിക്കൂർ ഇരിക്കുകയും മനോദുഃഖത്തിന് കാരണമാവുകയും ചെയ്യുന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സുഗതൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. എന്നെ കാണാൻ സുഗതൻ വന്നു. സുഗതൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, സുഗതൻ കുറേ കാലം വിദേശത്തായിരുന്നു. വളരെ വൈകി വന്നൊരു കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സുഗതൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അവിടെ സുഗതൻ തിരിച്ചു വന്ന് കുറച്ചു കാലം ഭാര്യയോടൊപ്പം ജീവിച്ചു. സുഗതൻ്റെ വിദേശ പണം സ്വപ്നം കൊണ്ടുവന്നു വന്ന ഭാര്യയ്ക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ,
സുഗതൻ്റെ ജോലിക്ക് നഷ്ടപ്പെട്ടു പോയ സുഗതനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ അവർക്ക് തയ്യാറായില്ല. ആദ്യമൊക്കെ അവളെ ചെറിയ ചെറിയ വഴക്കുകളും ചെറിയ ചെറിയ പിണക്കങ്ങളും ഒക്കെ ആയിട്ട് വന്നു. നിത്യം വീട്ടിൽ വന്നിരിക്കുന്ന വിദേശത്തു നിന്ന് വരുന്ന സെൻറ്റും അത്താറും പിന്നെ സോപ്പും ഒക്കെ സ്വപ്നം കണ്ട്, വിദേശത്തെ നാണയവും ഒക്കെ സ്വപ്നം കണ്ട് ഒരു വിദേശിയായ സമ്പന്നനായ ഒരു യുവാവിനോടൊപ്പം ജീവിക്കാൻ വന്ന യുവതിക്ക് ജോലിയില്ലാതെ വീട്ടിൽ വന്നിരിക്കുന്ന സുഗതൻ്റെ 24 കട്ടിലിൽ ചമ്രം പടഞ്ഞിരിക്കുകയും ഇല്ലെങ്കിൽ പുറത്തൊരു സുഹൃത്തുക്കൾ പോലും ഇല്ലാത്ത സുഗതനെ ഉൾക്കൊള്ളാനായിട്ടുള്ള പ്രയാസമുണ്ടായി. എന്തുകൊണ്ടാണ്? അത് സുഗതൻ്റെ ഒരു വിധിയാണ്, അത് വന്നു കയറിയ പെൺകുട്ടിയുടെ വിധിയാണ്. എന്തായാലും ആ പെൺകുട്ടി സുഗതനെ ഉപേക്ഷിച്ചു പോയി. സുഗതൻ ദുഃഖിതനായി. ഇത് സുഗതൻ കാണാൻ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം, സുഗതൻ്റെ അമ്മയുടെ നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം വിറ്റിട്ട് എന്തെങ്കിലും കുറച്ച് ഒരു കച്ചവടം ചെയ്യാം. അമ്മ മരിച്ചുപോയി, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ 17 സെൻറ്റ് സ്ഥലം അമ്മ സുഗതൻ്റെ പേരിൽ എഴുതി വെച്ചു. സുഗതൻ്റെ ഒരു സഹോദരിക്ക് അത് എഴുതി കൊടുക്കാമെന്ന് ശ്രമിച്ചെങ്കിലും സുഗതൻ്റെ അളിയൻ, എന്നാൽ ഇക്കാലത്ത് അങ്ങനെയുള്ള അളിയന്മാരില്ല, അളിയൻ പറഞ്ഞു എനിക്കത് വേണ്ട, എന്തായാലും അത് വിറ്റിട്ട് നിങ്ങൾ തന്നെ എടുത്തോളൂ, എനിക്കും എൻ്റെ സഹോദരിക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള സമ്പത്ത് ഈശ്വരൻ തന്നിട്ടുണ്ടെന്ന്. അങ്ങനെ സുഗതൻ, അതിനകത്തൊരു ചെറിയ വീടുമുണ്ട്, ഈ സ്ഥലവുമുണ്ട്. സുഗതൻ ആ വീട് അന്വേഷിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വേറൊരാൾ കയറി താമസിക്കുകയാണ്. ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സത്യം പറയുന്നത്. അവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഈ സുഗതൻ്റെ അമ്മയുടെ സഹോദരനുണ്ടായ ഒരു ജാരസന്ധതിയാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവർക്കാർക്കും അതിനെക്കുറിച്ച് അറിയാൻ വയ്യ. പഴയ വീടാണ് എന്നാണ് സുഗതൻ എന്നോട് പറഞ്ഞത്. അയാൾ പറയുന്നത്, എനിക്കൊന്നുമില്ല ചേട്ടനൊരു കാര്യം ചെയ്യും, ഞാനൊരു 7 സെൻറ്റ് സ്ഥലം എനിക്ക് തന്നോ, 10 സെൻറ്റ് എടുത്തോ. സുഗതൻ പറഞ്ഞു, അതെങ്ങനെ പറ്റും, എൻ്റെ ഇരിക്കുന്ന പ്രമാണം, നീ ഇവിടെ കയറി താമസിച്ചാലോ ഇവർ തമ്മിൽ വഴക്കാകുന്നു, പ്രശ്നമാകുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വഴക്ക് പറയും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം ഇവർ പോലീസുകാർ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആരുമില്ല, അടച്ചു പൂട്ടിയിട്ടേക്കാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ രൂപം, ഈ ചെറുപ്പക്കാരൻ്റെ പ്രശ്നം ഇയാളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. ആരാണ് ഈ ചെറുപ്പക്കാരൻ? അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അവിടെ താമസമില്ല എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. സ്വാമി ഇത് പ്രേതമാണോ ഇല്ലെങ്കിൽ മറ്റത് ആരായിരുന്നു? ആ ചെറുപ്പക്കാരൻ എന്നോട് സംസാരിച്ചതാണ്. സ്വാമി ഇതിൻ്റെ സത്യാവസ്ഥ അറിയിക്കണം, നമ്മളെവിടെ പോയി സത്യാവസ്ഥ കണ്ടുപിടിക്കാനാണ്. ഞാൻ ചോദിച്ചത്, അത് ആരാണ്, ആരുടെ ജാരസന്ധതിയാണ്, ഇയാൾ എങ്ങനെയാണ് വീട്ടിൽ താമസിച്ചത്? നിങ്ങളല്ലേ വീട് തുറന്ന് അകത്ത് കയറിയില്ല, ഞാൻ ചെന്നപ്പോൾ തുറന്ന് കിടക്കുകയായിരുന്നു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എൻ്റെ അകത്തുണ്ടായിരുന്നു. അയാൾ മൂളിപ്പാട്ട് പാടി തല ഇങ്ങനെ ചീകിക്കൊണ്ട് മൂളിപ്പാട്ട് പാടി അകത്തുനിന്ന് ഇറങ്ങി വരികയായിരുന്നു. എന്നെ കണ്ടു, എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെ താമസിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അയാൾ എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇയാൾ പറഞ്ഞു ഇവർ തമ്മിൽ വഴക്കുണ്ട്, അതങ്ങനെ എനിക്ക് എഴുതി തന്ന ഇത് ഒരു ഉണ്ടാവില്ല വഴക്ക് പ്രശ്നം. എന്തായാലും ഇയാൾ പോയിട്ട് വരാം, ഞാൻ പോയിട്ട് വരും എന്ന് പറഞ്ഞ് ബന്ധുമിത്രാദികളെയൊക്കെ ആരെയൊക്കെ കണ്ടുപിടിച്ച് ഈ അളിയനുമായിട്ട് അവിടെ ചെന്നപ്പം ആ വീട്ടിൽ ആളും താമസമില്ല. ഈ ചെറുപ്പക്കാരൻ ആരാണ് സ്വാമി? ഇതാണ് സുഗതൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു, അത് മനസ്സിൽ നിന്ന് കളയൂ, ചിലപ്പോൾ അവിടെ എങ്ങാനും അലഞ്ഞു നടന്ന ഏതെങ്കിലും പ്രേതാത്മാവായിരിക്കും, ഇത് താങ്കളുടെ തോന്നലായിരിക്കും, സുഗതൻ വിടൂ. ഇല്ല, സുഗതൻ വിടാനുള്ള ഒരു മനസ്സില്ല, സുഗതൻ അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഭാര്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഈ സ്ഥലം വിൽക്കാൻ പറ്റുമോ? ഈ സ്ഥലം വിൽക്കാനായിട്ട് തലകുത്തി നിന്നു. അഡ്വാൻസ് കൊടുത്ത ഒരാൾ എല്ലാം ശരിയായി എന്ന് പറഞ്ഞ് വാങ്ങിക്കാനായിട്ട് ചെന്നപ്പം ഇയാൾ ഈ വസ്തു വാങ്ങിക്കത്തില്ല. കാരണം ഈ വസ്തുവിനെ പ്രമാണമായിട്ട് ചെന്നപ്പോൾ ഏതോ ജ്യോതിഷം പറഞ്ഞു അവിടെ പ്രേതബാധയുള്ള വീടാണ്, താമസിക്കരുതെന്ന്. അപ്പോൾ ഞാനത് ശരിയാക്കി കൊടുക്കണമെന്നാണ് സുഗതൻ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? എത്ര പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല. അത് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടം വരെ പോകണം. ഞാനിപ്പോൾ അബുദാബിയിലൊക്കെ പോയിട്ട് പിന്നെ സുരേഷിൻ്റെ കൂടെ ദീപയുടെ കൂടെയൊക്കെ കുറേ ദിവസമൊക്കെ താമസിച്ച്, ഞാൻ ടീച്ചറുടെ ദുബായിലൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് അവിടെ കുറേ ആൾക്കാരെയൊക്കെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു വന്നിട്ട് ഞാനിപ്പോൾ മുറിപ്പാലത്താടി തമ്പുരാൻ്റെ അവിടെ വന്നിരുന്ന ആൾക്കാരുടെ ഫലമൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് മുഴുവൻ ദുഃഖമാണ്. സന്തോഷകരമായ ഒരു കാര്യവും ഞാൻ കേൾക്കുന്നില്ലല്ലോ, എല്ലാം ദുഃഖങ്ങളാണ്. 10-40 പേരുടെ ഫലം, 10-35 പേരുടെ ഫലം, ഇങ്ങനെ ഫലങ്ങൾ പറഞ്ഞ് ആ ദുഃഖങ്ങൾ കേട്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പോലും തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഇല്ലാതെ എത്ര പറഞ്ഞിട്ടും സുഗത കേൾക്കുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, 16 തീയതി 21 തീയതി കാന്തല്ലൂർ ആശ്രമത്തിൽ നട തുറക്കും, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം. സുഗതൻ ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. സുഗതൻ പോയി കഴിയുമ്പോഴാണ് ഞാൻ പറയും, സുഗതൻ്റെ നമ്പരും തന്നോളൂ എന്ന് പറഞ്ഞ് സുഗതൻ്റെ നമ്പർ മേടിച്ചു. ഞാൻ നോക്കിയിട്ട് രാത്രി വിളിക്കാം. ഇത്രയും നടന്നത് സത്യമാണ്. ഞാൻ സുഗതനെ വിളിക്കുന്നു ഇന്നലെ രാത്രി. സുഗതൻ്റെ ഫോൺ എടുക്കുമ്പോൾ അപ്പുറത്ത് ഒരു സ്ത്രീയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ സുഗതൻ ആരാണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാന്തല്ലൂർ സ്വാമിയാണ്, സുനിൽ പരമേശ്വരൻ. സുഗതൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ പറഞ്ഞു, വന്നിരുന്നു. ഞാൻ പറഞ്ഞു, സുഗതൻ വന്നിരുന്നു, അങ്ങനെ ഒരു വസ്തുവിൻ്റെ സ്ഥലം. അപ്പോൾ പറഞ്ഞു, സ്വാമി അത് വസ്തുവൊക്കെ ശരിയാണ്, സംഭവമൊക്കെ ശരിയാണ്. ഈ സുഗതൻ ഇപ്പോൾ വരാനുള്ള ഒരു അവസ്ഥയില്ല, അവൻ്റെ ഭാര്യ ആയിട്ട് തെറ്റി അവൻ പിരിഞ്ഞു പോയി. എന്നിട്ട് എനിക്കിവിടെ 17 സെൻറ്റ് വീട്ടിൽ പോയി അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എന്താണ് വിശ്വസിക്കുക? എൻ്റെ മുമ്പിൽ സുഗതനാണോ അതോ സുഗതൻ പറഞ്ഞ മറ്റേ ആളാണോ? ഇതെൻ്റെ മുമ്പിൽ സുഗതൻ എന്ന് പറഞ്ഞ ആൾ എനിക്ക് ഭ്രാന്താണോ എന്ന് എനിക്ക് ചില സംശയം തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ. സുഗതൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാൾ വിദേശത്ത് നിന്ന് വന്നതാണ്, അയാളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, അയാൾക്ക് അവസാനം കല്യാണം കഴിച്ചിട്ട് ഇയാൾ വീട്ടിൽ ചെല്ലുന്നു, ഈ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മറ്റൊരാളെ കാണുന്നു, അതൊരു ജാരസന്ധി. ഇതൊക്കെ സത്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ആ സഹോദരി എന്നോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും സഹോദരി പറഞ്ഞു. ഇന്ന് അവരെന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ പറഞ്ഞു, സ്വാമി ശരിയാണ്, സുഗതൻ ആത്മഹത്യ ചെയ്തത് ആ കെട്ടിടത്തിനകത്ത്. പക്ഷേ അവൻ ആത്മഹത്യ ചെയ്തില്ല സ്വാമി, അവനെ ആരോ കൊന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായി എനിക്ക് എൻ്റെ ബുദ്ധിക്ക് വല്ല പ്രശ്നമുണ്ടാകുമോ എന്ന് എനിക്ക് ഇപ്പോൾ സംശയമാണ് ഇത്തരം കാര്യങ്ങൾ. ഞാനിത് DNA പ്രേക്ഷകർ വരുമ്പോൾ നിങ്ങൾ ഏത് അർത്ഥത്തിലെടുക്കുമെന്ന് എനിക്കറിയില്ല. ജീവിച്ചിരിക്കുന്നവരാണോ മരിച്ചവരാണോ വരുന്നതെന്നും അവരുടെ ഈ കാര്യം പറയുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മളൊരു യഥാർത്ഥ മനുഷ്യൻ നമ്മളടുത്തേക്ക് വരുവാണ്, നമ്മളടുത്തേക്ക് വന്നിട്ട് പറയുവാണ്, അതാ ഇങ്ങനെയൊക്കെയാണ് സ്വാമി സംഭവം, ഇതെൻ്റെ തോന്നലാണോ എന്ന് ഞാൻ ടീച്ചറോട് ചോദിച്ചു. ടീച്ചർ എനിക്ക് തോന്നുന്നതാണോ? സ്വാമിക്ക് കുറച്ച് തോന്നലുകളൊക്കെ ഉണ്ട്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്വാമിക്ക് എത്ര പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട് സ്വാമി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. എന്താണ് നമ്മൾ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു ഇന്നലെ ഈ ഭക്ഷണം പിന്നെ അവിടെ ഉച്ച സമയത്ത് 1 മണിയാകുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ടീച്ചറിൻ്റെ ഇങ്ങനെ കൂട്ടുകാരി സൗഹൃദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു പെൺകുട്ടിയുണ്ട്, അർച്ചന എന്നങ്ങനെ പെൺകുട്ടിയെ പറ്റി ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പാവം പെൺകുട്ടിയാണ്. അവളെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി വരുമെന്ന് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരും. ഞാൻ മെനഞ്ഞാന്ന് രാത്രി ടീച്ചറിനെ പറഞ്ഞു, അവളോട് പറയൂ ഭക്ഷണം കൊണ്ടുവരണ്ട, നമുക്ക് അവിടെ നിന്ന് കാണാൻ മേടിക്കാം. ഇല്ലയോ, അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരണ്ട, നല്ല ഭക്ഷണമാണ് സ്വാമി. ഇന്നലെ 1 മണിയായപ്പം അവരുടെ അച്ഛൻ ഭക്ഷണവും കൊണ്ടുവരണം. ചോദിക്കുമ്പം ആ കുട്ടി ആക്സിഡൻ്റ് ആയിരിക്കണം. ഞാൻ പിന്നെ ഇന്നലെ വൈകുന്നേരത്ത് അവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ടീച്ചർ ഞാനുമായിട്ട് അവിടെ വീട്ടിൽ പോയി കാണാനായിട്ട്. തലമണ്ടയൊക്കെ അടിച്ചിട്ട് ആക്സിഡൻറ്റ്. അപ്പം നമ്മൾ നേരത്തെ ഒരു സൂചന കൊടുത്തതാണ്. എനിക്കാണോ ഭ്രാന്ത് അത് എന്നെ അന്വേഷിച്ച് വരുന്നവർക്കാണോ ഭ്രാന്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ നട തുറക്കണ സമയം വരെ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഒന്നും പറയാതിരിക്കാൻ പറ്റുമോ, എവിടെയെങ്കിലും മുറി അടച്ചിങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരുപാട് കാര്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ തികട്ടി വരും. ഇന്നലെ കുട്ടി ഞാനിനി കാണാൻ പറ്റിയില്ല, ടീച്ചർ പോയി കണ്ടിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ വളരെ സൂക്ഷ്മമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രേത വിഷയങ്ങൾ ആയിട്ടുള്ള ഒരുപാട് കാര്യം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ ഒരു കത്ത് കൊണ്ടു തന്നു. ആ കത്തെന്ന് പറഞ്ഞാൽ പ്രേതമുറങ്ങുന്ന വീട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് ഞാനിവിടെ സുമേഷിനോട് പറഞ്ഞു, DNA ഉടമസ്ഥനോട് പറഞ്ഞു. അത് അബാക് മീഡിയയിൽ ഞാൻ പറഞ്ഞതാണ്. പ്രേതങ്ങൾ ഉറങ്ങുന്ന വീടിനെ കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഞാനിങ്ങനെ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വരുന്ന കൊണ്ടുവന്ന ഒരു കത്താണ്. ആ കത്തിൽ ഒരു പ്രേതമുണ്ട്, അവിടെ പ്രേതങ്ങൾ ഉറങ്ങും, പ്രേതം മറുപടി പറയും എന്നാണ് പറയുന്നത്. ഞാൻ ആ കത്ത് 2 ദിവസത്തിന് ഞാൻ വായിക്കാം. എനിക്ക് ആ കത്ത് കൊണ്ടുവന്ന ആളിനോട്, ഇനി ഈ കൊണ്ടുവന്ന ആൾ ആരാണെന്നൊക്കെ ഉള്ളത് ഞാൻ ചിന്തിച്ചെടുക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ. ഏതാണ് മനുഷ്യൻ ഏതാണ് മനുഷ്യനല്ലാത്തത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ ആകെ സുഗതൻ്റെ പിടിപ്പെട്ട് കിടക്കുവാണ്. ഞാൻ ഈ വലയത്തിൽ നിന്ന് പുറത്ത് വരാൻ കാന്തല്ലൂരിൽ 21-ാം തീയതി നട തുറക്കുന്നുണ്ട്, വർഷത്തിലൊരിക്കൽ തുറക്കുന്നതാണ്. ഞാൻ അതിൽ നിന്ന് പുറത്ത് വരാൻ കുറച്ച് സമയമെടുക്കും. എൻ്റെ മാനസികാവസ്ഥയ്ക്ക് നല്ല പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാമി മാത്രമാണ്. ഇന്നൊക്കെ നല്ല ജനമുണ്ടായിരുന്നു അവിടെ. ഞാൻ ഒരുപാട് പേരുടെ ഫലങ്ങൾ പറഞ്ഞതാണ്, നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചും പൂർവ്വജന്മത്തെക്കുറിച്ചൊക്കെ. അപ്പം ഞാൻ ഒരു 21-ാം തീയതി പോയി, 21-ാം തീയതി അവിടെ രാത്രി 20-ാം തീയതി രാത്രി കാന്തല്ലൂരിലെ പ്രത്യങ്കരായും വാർത്താളിയും പിന്നെ ഒക്കെ നടയൊക്കെ തുറന്ന് അവിടുത്തെ പരിഹാരമൊക്കെ പറഞ്ഞ് 128 കിലോ ഉള്ള മുടിയൊക്കെ ഞാൻ എടുത്ത് അത് കഴിഞ്ഞ് ദേവി പ്രീതിക്ക് ശേഷം ഒന്ന് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒന്ന് ഉണരുമായിരിക്കും. ഇല്ലെങ്കിൽ ഈ സമയം നട തുറക്കുന്ന സമയത്തേക്ക് വരുമ്പോൾ എനിക്ക് ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാറെന്നുള്ള ഒരു സത്യം തന്നെയാണ്. ആകെ സുഗതൻ്റെ പിടിയിൽപ്പെട്ട് ഞാൻ വശക്കേടായിട്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളെല്ലാം കൂടെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ സ്വാമിക്ക് ഭ്രാന്ത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രേതലോകത്തൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നത്, യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ്റെ കൂടെയാണോ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ലോകത്തിലാണോ സഞ്ചരിക്കുന്നത്, വഞ്ചിക്കപ്പെടുന്നുള്ള ലോകത്താണോ, അല്ലെങ്കിൽ വഞ്ചനയുടെ ലോകത്താണോ, ഏത് ലോകത്തൂടെയാണ് സ്വാമി സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പം, ടീച്ചറെ ഞാൻ ഏത് ലോകത്തോടെ, സ്വാമിക്ക് ലോകത്തിനൊരു കുഴപ്പമില്ല, സ്വാമിയുടെ ഈ കുറേ അതിര് കടന്ന ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിൽ ഇടയിലുള്ള സ്വാമിയുടെ ഒരു സഞ്ചാരമുണ്ട്, അതൊന്ന് നിർത്തിയാൽ മതിയെന്ന്. പക്ഷേ ഇത് എൻ്റെ മുമ്പിൽ വന്ന് സുഗതനില്ലേ? സുഗതൻ മരിച്ചു എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെയാണ് ഞാൻ അവിശ്വസിക്കുന്നത്? സുഗതൻ പറഞ്ഞതെല്ലാം സത്യമല്ലേ? സുഗതൻ്റെ സഹോദരി പറഞ്ഞത് കല്യാണം കഴിച്ച് ശരിയാണ്, ആ വീട്ടിൽ ചെന്നത് ശരിയാണ്, സുഗതൻ ആത്മഹത്യ ചെയ്തത് ശരിയാണ്. പിന്നെ എൻ്റെ അടുത്ത് വന്ന ആരാണ്? അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ നമുക്ക് സംഭവിക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇത് വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, എനിക്കിതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. എനിക്ക് സത്യം പറഞ്ഞ ജ്യോതിഷത്തെക്കുറിച്ച് അറിയത്തില്ല. രാശി വെച്ച് ഫലങ്ങളും ഗ്രഹങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മുടെ നശാമ്പ് നല്ലപോലെ പറയും. പക്ഷേ പൂർവ്വജന്മം ഞാൻ ആ മന്ത്രം ചൊല്ലിയിട്ട്
ആ മന്ത്രമുണ്ട്, നമ്മുടെ കണ്ണേക്ഷി മന്ത്രം ചൊല്ലിയിട്ട് ആ നക്ഷത്രത്തെക്കുറിച്ച് ഗ്രഹിക്കുമ്പോൾ ഉണ്ട്. കാരണം അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ. ഇതാ സ്വാമി ഇതെല്ലാം സംഭവിച്ചു, സ്വാമി പറഞ്ഞതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമി എല്ലാം ദോഷങ്ങളല്ല, എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ സുഖകരമായ കാര്യങ്ങളും എല്ലാ സന്തോഷങ്ങളുടെ ഇടയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. ഞാൻ പറയില്ലേ, അർച്ചന എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇന്നലെ ആക്സിഡൻറ്റ് ഉണ്ടായപ്പം അത് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണോ നാളെ അവൾ വരണ്ട എന്ന് പറയൂ ടീച്ചറെ എന്ന് ഞാൻ പറഞ്ഞത്. നാളെ അവൾ ഭക്ഷണം കൊണ്ടുവരണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയ്യോ അവൾ ഭക്ഷണം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അവൾക്ക് നല്ല ജീവൻ രക്ഷപ്പെട്ടല്ലേ. പിന്നെ അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഈ ദിവസം അവൾക്കൊരു അപകടം ഉണ്ടാവും. അതെന്നെ ഞെട്ടിച്ചു. ഈ സമയത്ത് ആ ദിവസം ആ സമയത്ത് അവൾക്കൊരു അപകടം സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മളെല്ലാം തന്നെ നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. നമ്മൾ ഇതിനൊന്നും തള്ളിക്കളയരുത്. ദൈവത്തെ ഓർത്ത് ദൈവം തന്ന ജീവിതം കൊണ്ടാണ് സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ളതാണ്. നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ കാണും. ക്ഷേത്രത്തിലെ എല്ലാം തന്നെ നമുക്ക് പരിഹാരങ്ങളായിട്ട് എടുക്കാൻ പറ്റില്ല. ചില സമയങ്ങൾ നമ്മൾ അങ്ങനെ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ ചിലരോട് ഞാൻ വന്നിട്ട് പോകാൻ നേരത്ത് പറയും ഇരിക്കും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. ഇപ്പം എല്ലാവർക്കും അതൊരു അനുഭവം ഉള്ളതുകൊണ്ട് അവിടെ ഇരിക്കും. ഇപ്പം ഇതുകൊണ്ട് ഞാൻ ദിവ്യനാവുമോ? എനിക്ക് തന്നെ അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്, അപകടങ്ങൾ ഒരുപാട് പറ്റുന്നുണ്ട്. അപ്പം നമ്മളാരും ദിവ്യന്മാരല്ല, നമ്മളൊക്കെ സാധാരണ മനുഷ്യർ തന്നെയാണ്. നമുക്ക് ചില ഇൻഡ്യൂഷൻ്റെ പവർ ദൈവം കൂടുതൽ തന്നിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഇൻഡ്യൂഷൻ, സിക്സ്ത് സെൻസ്, 6ാം ഇന്ദ്രിയം എല്ലാവർക്കും നല്ല പ്രവർത്തന ശേഷിയുള്ളതാണ്. ചിലർ പഠിക്കാനെടുക്കും, ചിലർ പരദൂഷണത്തിന് വേണ്ടി എടുക്കും, ചിലർ ആഭിചാരകർമ്മത്തിന് വേണ്ടി എടുക്കും, ചിലർ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി എടുക്കും, ചിലർ പണം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും. നമ്മുടെ സത്കർമ്മങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള 6ാം ഇന്ദ്രിയത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മിടുക്കന്മാരെല്ലാം മിടുക്കന്മാർ തന്നെ. നല്ല മിടുക്കുള്ളവർ പഠിച്ച് വലിയവരാവുന്ന അവർ പല കാര്യത്തിലും മോശമായിരിക്കും. നല്ല മിടുക്കുള്ള ഉയർന്നു നിൽക്കുന്നവരുടെ സന്താനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ പ്രേത വിഷയം ഞാൻ സംസാരിച്ചത് സുഗതൻ എൻ്റെ മനസ്സിൽ കിടന്ന് വട്ടം കറങ്ങുന്നതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും എനിക്ക് പറയാനുള്ളത് പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ്. പൂരം നക്ഷത്രം, പൂരം പിറന്ന പുരുഷൻ ഉത്തമ പുരുഷനായിരിക്കും എന്നാണ്. പക്ഷേ പൂരം പിറന്ന പുരുഷൻ ഉത്തമ പുരുഷനാണെങ്കിലും അവൻ്റെ പൂർവ്വജന്മത്തിൽ അവൻ ചെയ്ത കർമ്മങ്ങൾ, പൂർവ്വജന്മത്തിൽ ഉത്തമ കർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ ദോഷത്തിൻ്റെ ആ ദോഷത്തിൻ്റെ 1/6 അംശം അവനെ ഈ ജന്മത്തിൽ പിടികൂടും. 2 വിവാഹം കഴിച്ച ആളാണെങ്കിൽ ആദ്യ ഭാര്യയുടെ ശാപം നിലനിൽപ്പുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ ആ ആദ്യം വിവാഹം കഴിച്ച് പിരിഞ്ഞ ഭാര്യ ഈ ജന്മത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും, അല്ലെങ്കിൽ സന്താനങ്ങളായിട്ട് ജനിക്കും. ഇത് വളരെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പൂരം നക്ഷത്രത്തിൽ പെടുന്നവരുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ അകത്ത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പരസ്പരം ഒന്ന് ചിന്തിച്ചിട്ട് മുമ്പിലോട്ട് പോകുന്ന ഒരു സമയമാണ്. വഴക്കുകൾ ഉണ്ടാക്കരുത്, കലാപം ഉണ്ടാക്കരുത്, കോപാവസ്ഥ ഉണ്ടാകരുത്. പിന്നെ ദൂരയാത്രകൾ വരുന്ന 30 ദിവസത്തേക്കൊന്ന് ശ്രദ്ധിക്കണം. ധനപരമായ കാര്യത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പണയം വയ്ക്കുന്ന പരിപാടികളൊന്നും നിർത്തണം, ലോൺ എടുക്കുന്ന പരിപാടികൾ നിർത്തണം. ഒരുപാട് നല്ല സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സന്താനങ്ങൾ വല്ലതും നഷ്ടപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യണം. ഉദരരോഗം ഉണ്ടാകാതെ നോക്കുകയും കഴുത്തിന് ഈ ഡിസ്കിന് തേയ്മാനം ഉണ്ടാകാതെ, കഴുത്തിനും വരാം, ഈ തോളത്തും വരാം, ഡിസ്കിന് ദോഷമുണ്ടാകാത്ത കാര്യങ്ങൾ ചെയ്യണം. ഡിസ്ക് സംബന്ധമായിട്ട് എല്ലുകൾക്ക് ദോഷമുണ്ടാകാതെ, പല്ലുകൾക്ക് ദോഷമുണ്ടാകാതെ, കണ്ണുകൾക്ക് ദോഷമുണ്ടാകാത്ത ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നിസ്സാരമായിട്ട് കളയാതിരുന്നത് നമുക്ക് പൂര നക്ഷത്രക്കാർക്ക് ഉത്തമമായ കാര്യമാണ്. ആഗസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസങ്ങൾ വരും. അത് ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും പൂര നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം കഴിയുമ്പോൾ പൂർവ്വജന്മത്തിലെ സകല ദോഷങ്ങളും മാറും. തിരുവണ്ണാമലയിൽ പോയിട്ട് ഒന്ന് നടക്കുക. തിരുവണ്ണാമലയിൽ പോയിട്ട് ഒറ്റ രാത്രി ഒരു ഗിരിവലയം ചെയ്ത് കഴിയുമ്പോൾ പൂർവ്വജന്മത്തിലെ സകല ദോഷങ്ങൾക്കും പരിഹാരം വരും. തൃക്കടിയൂരും തിരുവിടമരുതൂർ എന്ന് പറഞ്ഞ തഞ്ചാവൂർ കുമ്പകോണത്ത് 2 ശിവക്ഷേത്രമുണ്ട്. അവിടെ ശിവനും പാർവതിക്കും പരിഹാരക്രിയകൾ ചെയ്താൽ ഈ അടുത്ത 12 മാസത്തേക്ക് ഉത്തമമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പൂര നക്ഷത്രക്കാർക്ക് നടക്കും. പൂരം പിറന്ന പുരുഷനോടൊപ്പം ജീവിക്കുന്ന സ്ത്രീക്കും ദാമ്പത്യത്തിൽ ഉത്തമമായ ദാമ്പത്യമാണെങ്കിൽ പോലും പൂർവ്വജന്മത്തിലെ ദോഷങ്ങൾ, പൂർവ്വജന്മ ബന്ധമുള്ള സ്ത്രീയായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത്. പൂർവ്വജന്മത്തിൽ അടിച്ചു പിരിയുകയോ അല്ലെങ്കിൽ ദോഷമുണ്ടാകുകയോ ചെയ്തവർക്ക് ഈ ജന്മത്തിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു കാലഘട്ടം, ഇനി അങ്ങോട്ടുള്ള ഒരു ഓഗസ്റ്റ് വരെയുള്ള ഈ ചിങ്ങമാസം വരെയുള്ള കാലഘട്ടത്തിൽ ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും വാഹനങ്ങളിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതകളുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നല്ലകരമായ ചിങ്ങമാസത്തോടുകൂടി ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങളും എല്ലാ രാജയോഗങ്ങളും മഹായോഗങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നിങ്ങൾ നല്ല ക്ഷേത്ര ദർശനം, മൂകാംബിക പോലുള്ള ക്ഷേത്രങ്ങളും തിരുപ്പതി പോലുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.